നമസ്കാരം, എൻ്റെ പേര് പ്രതീഷ്. ഓസ്ട്രേലിയൻ ആറെന്നാണ്. നൈറ്റിംഗേൽ ബീറ്റ്സ് നേഴ്സസ് അക്കാഡമിയുടെ എൻഗ്ലക്സ് ആറൻ ട്രെയിനറാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹാർട്ട് ബ്ലോക്ക്. നമുക്ക് വളരെ രസകരമായൊരു കഥയിലൂടെ എന്താണ് ഹാർട്ട് ബ്ലോക്ക് എന്നും അവിടെ ECGയിലെ ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപായിട്ട് ഇലക്ട്രിക്കൽ ഇമ്പൾസ് നമ്മൾ ഹാർട്ടിലൂടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ഹാർട്ട് എങ്ങനെയാണ് ബീറ്റ് ചെയ്യുന്നത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓസ്ട്രേലിയ, അമേരിക്ക, കാനഡ തുടങ്ങിയ രാജ്യത്തെ നേഴ്സിംഗ് ലൈസൻസിങ് എക്സാമായ എൻഗ്ലക്സ് ആറൻ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? ദെൻ ദിസ് ഈസ് എ റൈറ്റ് പ്ലാറ്റ്ഫോം ഫോർ യു. കാനഡയിലും ഓസ്ട്രേലിയയിലുമുള്ള രജിസ്റ്റേർഡ് നേഴ്സുമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന നൈറ്റിംഗേൽ ബീറ്റ്സ് നേഴ്സസ് അക്കാഡമിയുടെ എൻഗ്ലക്സ് ആറൻ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം, വളരെ അഫോർഡബിളായ ഫീസിൽ. വെൽക്കം ടു നൈറ്റിംഗേൽ ബീറ്റ്സ് നേഴ്സസ് അക്കാഡമി. അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെ ഹാർട്ടിലെ പെർമനൻറ്റ് പേസ് മേക്കർ എന്ന് പറയുന്നത് എന്താണ്? സൈനോ ഏട്രിയൽ നോഡാണ്, SA നോഡാണ്. SA നോഡിൽ നിന്നാണ് നമ്മളുടെ ഹാർട്ട് ബീറ്റ് ചെയ്യാനുള്ള ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത്. SA നോഡിൽ നിന്ന് ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ട് ആ ഇമ്പൾസ് SA നോഡ് ഏട്രിയത്തിലൂടെ ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ട്രാവൽ ചെയ്യുന്നത് കാരണം ഏട്രിയം കൺട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് എന്താണ്, ആ ഇമ്പൾസ് നേരെ നമ്മളുടെ AV നോഡിലോട്ട് വരും. AV നോഡിൽ നിന്ന് ബണ്ടിൽ ഓഫ് ഹിസ് വഴി, ബണ്ടിൽ ബ്രാഞ്ച് വഴി, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് വഴി പർക്കിഞ്ചി ഫൈബറിലോട്ട് ചെന്ന് ആ ഒരു ഇമ്പൾസ് വെൻട്രിക്കുലർ കൺട്രാക്ഷന് വേണ്ടി സഹായിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. SA നോഡ് ഇന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, അതുകൊണ്ടാണ് അതിനെ പെർമനൻറ്റ് പേസ് മേക്കർ എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇമ്പൾസ് ജനറേറ്റ് ചെയ്ത് ഏട്രിയം കൺട്രാക്ഷൻ നടക്കുന്നതാണ് ECGയിൽ നമ്മൾ കാണുന്ന P വേവ്. അപ്പം P വേവ് എന്താണ്? P വേവ് എന്ന് പറയുന്നത് ഏട്രിയൽ കൺട്രാക്ഷനാണ്, അല്ലെങ്കിൽ നമുക്ക് പറയാം ഏട്രിയൽ ഡീപോളറൈസേഷനാണ്. അതായത് ഇലക്ട്രിക്കൽ ഇമ്പൾസ് വന്ന് ആ ഏട്രിയത്തിൻ്റെ മസിൽസിനെ പിടിച്ച് കൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് നമുക്ക് പറയാം ഏട്രിയൽ ഡീപോളറൈസേഷൻ. അതാണ് P വേവ്. ഓക്കെ, ഇനി ആ ഇമ്പൾസ് AV നോഡിൽ വന്നു, ബണ്ടിൽ ഓഫ് ഹിസ്, റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ച്, ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ച് വഴി പർക്കിഞ്ചി ഫൈബറിലോട്ട് എത്തിയിട്ട് ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് വെൻട്രിക്കിളിനെ കൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വെൻട്രിക്കിളിലുള്ള ബ്ലഡ് നമ്മളുടെ അയോട്ട വഴി സിസ്റ്റമിക് സർക്കുലേഷനിലോട്ടും പൾമണറി ആർട്ടറി വഴി അത് ലങ്സിലോട്ടും പോകുന്നു. അതിനുവേണ്ടി ഇമ്പൾസ് കൺട്രാക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്നു. അതിനെ നമുക്ക് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയാം. ഓക്കെ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ എന്ന് പറയാം. വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ആണ് QRS കോംപ്ലക്സ്. നമ്മൾ ECG കാണുന്ന QRS കോംപ്ലക്സ് എന്ന് പറയുന്നത് വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യും അല്ലേ? വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുമ്പോഴാണ് വീണ്ടും ബ്ലഡ് വന്ന് വെൻട്രിക്കിളിൽ ഫില്ല് ചെയ്യുന്നത്. ആ വെൻട്രിക്കുലർ റിലാക്സേഷൻ അല്ലെങ്കിൽ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ ആണ് എന്താണ്? T വേവ്. ഓക്കെ, T വേവ് ആണ് വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഇപ്പോൾ SA നോഡിൽ നിന്ന് ഇമ്പൾസ് ട്രാവൽ ചെയ്തു, ഏട്രിയം കൺട്രാക്ട് ചെയ്യുന്നതാണ് P വേവ്. AV നോഡിൽ നിന്ന് ഇമ്പൾസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തു, ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിഞ്ചി ഫൈബറിലോട്ട് ഇമ്പൾസ് എത്തുമ്പോൾ വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്നതാണ് QRS കോംപ്ലക്സ്. വെൻട്രിക്കിൾ റിലാക്സ് ചെയ്യുന്നതാണ് T വേവ്. ഇതാണ് നമ്മളുടെ ECGയിൽ മെയിനായിട്ട് നമ്മൾ നോക്കുന്ന ആ ഒരു P, QRS, T വേവ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കണ്ടക്ഷന് എന്തെങ്കിലും സംഭവിക്കുക, എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുക, അത് സ്ലോ ആവുകയോ അല്ലെങ്കിൽ ആ കണ്ടക്ഷൻ വരാതെ വരികയോ അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാർട്ട് ബ്ലോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് വളരെ രസകരമായിട്ടുള്ളൊരു കഥയിലൂടെ എന്താണ് നമുക്ക് ഹാർട്ട് ബ്ലോക്ക് എന്ന് നോക്കാം. അതായത് നമ്മളുടെ നോർമൽ ECGയിൽ നമ്മൾ കണ്ടു P വേവ് വന്നു, P വേവിനെ ഫോളോ ചെയ്തിട്ട് QRS കോംപ്ലക്സ് വന്നു. നമുക്കിവിടെ P വേവിനെ വൈഫായിട്ടും QRS കോംപ്ലക്സിനെ നമുക്ക് ഹസ്ബൻഡായിട്ടും കണക്കാക്കാം. ഓക്കെ, ജസ്റ്റ് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാട്ടോ. അപ്പം P വേവ് ഇവരുടെ കല്യാണം റീസെൻ്റ്ലി കഴിഞ്ഞു, റീസെൻ്റ്ലി മാരീഡായിട്ടുള്ള ആളാണ്, നോർമൽ സൈനസ് ഋതം എന്ന് പറയുന്നത്. അപ്പം എവിടെയാണോ P വേവ് പോകുന്നത്, P വേവിനെ ഫോളോ ചെയ്ത് QRS കോംപ്ലക്സ്, P വേവ് പോകുന്നു, P വേവിനെ ഫോളോ ചെയ്ത് QRS കോംപ്ലക്സ്. അവർ വളരെ സന്തോഷമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പതുക്കെ അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളും പിണക്കങ്ങളും ഒക്കെയായി. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? നേരത്തെ P വേവും നമ്മൾ കണ്ട നോർമൽ സൈനസ് ഋതത്തിൽ കണ്ടു, ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് എന്നും കൃത്യം 5 മണിക്ക് വൈകിട്ട് വരും. ഓക്കെ, അത് കൃത്യമായിട്ട് 5 മണിക്ക് തന്നെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ പതുക്കെ ചെറിയ വഴക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത്? ഹസ്ബൻഡ് സാധാരണഗതിക്ക് 5 മണിക്ക് വന്നുകൊണ്ടിരുന്ന ഹസ്ബൻഡ് അത് കൂട്ടുകാരോടുകൂടി ഒക്കെ ചേർന്നിട്ട് 5 മണി എന്നുള്ളത് ഓഫീസ് വിട്ടിട്ട്
1 മണിക്കൂർ കൂട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് 6 മണിക്ക് വരാൻ തുടങ്ങി. ഓക്കെ, അപ്പോൾ അവർ തമ്മിലുള്ള ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയി. ഇപ്പോൾ എന്ത് സംഭവിച്ചു? സാധാരണഗതിക്ക് 5 മണിക്ക് വന്നുകൊണ്ടിരുന്നത്, അതായത് നമുക്കറിയാം PR ഇൻ്റർവൽ നോർമൽ PR ഇൻ്റർവൽ എത്രയെന്ന് വെച്ചാൽ 0.12 to 0.2 സെക്കൻഡ്. ഓക്കെ, ലെസ് ദാൻ 0.2 സെക്കൻഡ് ആയിരിക്കും PR ഇൻ്റർവൽ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ PR ഇൻ്റർവെൽ കൂടി. അതായത് ഈ ഹസ്ബൻഡ് വരുന്നത് 5 മണിക്ക് വരുന്നത് പുള്ളി 6 മണിക്ക് വരാൻ തുടങ്ങി. പക്ഷേ സ്ഥിരമായിട്ട് 6 മണിക്ക് തന്നെ വരാൻ തുടങ്ങി, 1 മണിക്കൂർ ലേറ്റായിട്ട്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചത്? PR ഇൻ്റർവെല്ലിൽ P വേവ് കഴിഞ്ഞു, QRS കോംപ്ലക്സ് ഇല്ലേ, അതിനിടയ്ക്കുള്ള PR ഇൻ്റർവെല്ലിൻ്റെ ഗ്യാപ്പ് ഇച്ചിരി കൂടി, മോർ ദാൻ 0.2 സെക്കൻഡായി. പക്ഷേ ഗ്യാപ്പ് കൂടിയെങ്കിലും എല്ലായിടത്തും ഒരുപോലത്തെ ഗ്യാപ്പാണ്. കണ്ടോ, എല്ലായിടത്തും ഒരുപോലത്തെ ഗ്യാപ്പാണ്. ഹസ്ബൻഡ് വരുന്നത് എത്ര മണിക്കായി? 6 മണിക്കാക്കി. ഓക്കെ, നേരത്തെ 5 മണിക്ക് നോർമൽ സൈനസ് റേത്തിൽ 5 മണിക്ക് വന്നുകൊണ്ടിരുന്ന ഹസ്ബൻഡ് ചെറിയ പണക്കങ്ങളും കാര്യങ്ങളും ആയത് കാരണം ഹസ്ബൻഡ് വരുന്നത് എന്തായി? 1 മണിക്കൂർ താമസിച്ച് വരാൻ തുടങ്ങി. അത് കാരണം അതിൻ്റെ പേരിൽ വീണ്ടും ഒരു വഴക്കായി. ഓക്കെ, താമസിച്ച് വരുന്നതിൻ്റെ കാര്യം പറഞ്ഞ് കൂട്ടുകാരോട് ടൈം സ്പെൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞ് വീണ്ടും വഴക്കായിട്ട് സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ എന്താ സംഭവിച്ചത്? സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന് നമുക്ക് ടൈപ്പ് 1 മോബിറ്റ്സ് ടൈപ്പ് 1 എന്നും പറയാം, അതുപോലെ തന്നെ വെങ്കി ബെക്ക് എന്നും പറയാം. ഓക്കെ, സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ടൈപ്പ് 1 മോബിറ്റ്സ് ടൈപ്പ് 1 എന്നും വെങ്കി ബാക്ക് എന്ന് നമുക്ക് പറയാം. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞു ഹസ്ബൻഡ് 6 മണിക്കാണ് വന്നതെന്ന് പറഞ്ഞല്ലേ, അവരത് പറഞ്ഞ് വീണ്ടും വഴക്കായി. ഇപ്പോൾ എന്തായി? പുള്ളി വരുന്നത് വീണ്ടും പുള്ളി 6 മണി എന്നുള്ളത് ഒരു ദിവസം 6 മണിക്ക് വന്നു, അടുത്ത ദിവസം 7 മണി, 8 മണി, പിന്നെ ഒരു ദിവസം വരാതെയായി. അപ്പം പുള്ളി ആഴ്ചയിൽ ഇങ്ങനെ ഒരു ദിവസം 5 മണി, 6 മണി, 7 മണി, 8 മണി, പിന്നെ ഒരു ദിവസം വരാതെയായി. അപ്പം എന്തായി? കൂടുതൽ വഴക്കും കാര്യങ്ങളൊക്കെ ആയല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? PR ഇൻ്റർവെൽ ഇവിടെ നേരത്തെ കൃത്യം 5 മണി എന്നുള്ള 6 മണിക്ക് വന്നു. ബട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ PR ഇൻ്റർവെല്ല് കൂടി ഇവിടുത്തെ PR ഇൻ്റർവെല്ല് കഴിഞ്ഞിട്ട് അടുത്ത ബീറ്റ് വരുമ്പോഴത്തേക്കും വീണ്ടും PR ഇൻ്റർവെല്ല് കൂടി. PR ഇൻ്റർവെല്ല് കൂടുന്ന എന്താണ്? ശരിക്കും AV നോഡിൽ നിന്ന് ഇമ്പൾസ് പോകുന്നത് സ്ലോ ആവുന്നു കേട്ടോ. അപ്പോൾ ആ സ്ലോ ആകുന്നത് കാരണം ഇവിടെ വീണ്ടും സ്ലോ ആയി, ഇവിടെ വീണ്ടും സ്ലോ ആയി. അത് കാരണം ആ PR ഇൻ്റർവെല്ല് കൂടി ഒരു QRS കോംപ്ലക്സ് മിസ്സായിപ്പോയി. അതായത് ഹസ്ബൻഡ് വരുന്നത് താമസിച്ച് 5 മണി എന്നുള്ള 6 മണി, 7 മണി, 8 മണി, 9 മണിയായി. പിന്നെ ചില ദിവസങ്ങളിൽ വരാതെയായി. ഓക്കെ, അപ്പം എന്തായി? പ്രശ്നങ്ങൾ വീണ്ടും വഷളായി. അവർ തമ്മിൽ സംസാരിച്ചു, എന്നിട്ടും പ്രശ്നങ്ങൾ തീർന്നില്ല. അപ്പം പിന്നെ അടുത്തെന്തായി? സെക്കൻഡ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ടൈപ്പ് 2 അല്ലെങ്കിൽ മോബിറ്റ്സ് ടൈപ്പ് 2 ഇവിടെ ഹസ്ബൻഡ് പിന്നെ വരുന്ന ദിവസം കൃത്യമായിട്ട് വൈകിട്ട് 5 മണിക്ക് വരും. പക്ഷേ നേരത്തെ ആഴ്ചയിൽ ഒരു ദിവസം വരാത്ത ആള് ഇപ്പോൾ 2 ദിവസം, 3 ദിവസം, 4 ദിവസമൊക്കെ വീട്ടിൽ വരാത്തൊരവസ്ഥയായി. ഓക്കെ, അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? PR ഇൻ്റർവെൽ ഇവിടെ നോർമലാണ്, അതായത് ഹസ്ബൻഡ് വരുന്ന സമയം ഇപ്പം കറക്റ്റാണ്. പക്ഷേ മിക്ക ടൈമിലും QRS കോംപ്ലക്സ് മിസ്സിംഗ് ആണ്. അതായത് പുള്ളി ആഴ്ചയിലും മിക്ക ദിവസങ്ങളിലും വീട്ടിൽ വരാത്ത അവസ്ഥയായി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? PR ഇൻ്റർവെല്ല് മോബിറ്റ്സ് ടൈപ്പ് 2 PR ഇൻ്റർവെല്ല് നോർമൽ തന്നെയാണ്. ഓക്കെ, PR ഇൻ്റർവെൽ നോർമലാണ്. ബട്ട് ഇടയ്ക്കിടയ്ക്ക് QRS കോംപ്ലക്സ് മിസ്സായി പോകുന്നു. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് QRS കോംപ്ലക്സ് മിസ്സായി പോകുന്നു. അതെന്താണ്? SA നോഡിൽ നിന്ന് AV നോഡിൽ നിന്ന് ഇമ്പൾസ് വന്നു, ഇടയ്ക്കിടയ്ക്ക് ഒരു ഇമ്പൾസ് മിസ്സായി പോയിട്ട് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ നടക്കുന്നില്ല. ഓക്കെ, ആ ഒരു അവസ്ഥയാണ് മോബിറ്റ്സ് ടൈപ്പ് 2 നടക്കുന്നത്. പിന്നെ എന്തായി? പിന്നെയും കാര്യങ്ങൾ വഷളായി, പണക്കം കൂടുതൽ പ്രശ്നത്തിലോട്ട് തിരിച്ചു. പിന്നെന്തായി? പിന്നെ അവസാനം വഴക്ക് ഒത്തിരി കൂടിയിട്ട് P വേവിൻ്റെ വഴി, QRS കോംപ്ലക്സിൻ്റെ വഴി. ഓക്കെ, ഹസ്ബൻഡും വൈഫും അടിച്ചു പിരിഞ്ഞു. ഓക്കെ, എന്നിട്ട് എന്തായി? P വേവിന് തോന്നുന്ന സമയത്ത് വരും, QRS കോംപ്ലക്സിന് തോന്നുന്ന സമയത്ത് വരും. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് രണ്ടുപേർക്കും തോന്നുന്ന സമയത്ത് വരും. ഇറഗുലറായിട്ട് P വേവ് ചിലപ്പം വരും. കണ്ടോ, ഒരു P വേവ് കണ്ടു, അതിനുശേഷം ഒരു QRS കോംപ്ലക്സ് കാണുന്നില്ല. പിന്നെ ഇവിടെ ഒരു P വേവ് കണ്ടു, പിന്നെ പ്രൊലോങ്ഡായി QRS കോംപ്ലക്സ് ഉണ്ട്, P വേവ് ഉണ്ട്, QR കാണുന്നില്ല. ഓക്കെ, QRS കോംപ്ലക്സ് ഉണ്ട്, P വേവ് കാണുന്നില്ല. അങ്ങനെ മൊത്തം ഹാർട്ടിൻ്റെ കണ്ടക്ഷൻ സിസ്റ്റം തകരാറായി. നമുക്ക് ഈ ഒരു ചെറിയ കഥയിലൂടെ നമുക്ക് എന്താണ് ഹാർട്ട് ബ്ലോക്ക് നമുക്ക് ഓർക്കാം. നമ്മൾ പറഞ്ഞ പോലെ ഫസ്റ്റ് ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ഹസ്ബൻഡ് വരുന്നത് താമസിച്ച് വരാൻ തുടങ്ങി. 5 മണിക്ക് വരുന്നത് 6 മണിക്ക് വരാൻ തുടങ്ങി. അങ്ങനെ PR ഇൻ്റർവെല്ല് കൂടി. ബട്ട് എല്ലായിടത്തും ഒരുപോലത്തെ ഗ്യാപ്പാണ് PR ഇൻ്റർവെല്ലിന്. രണ്ടാമതെന്തായി? ഹസ്ബൻഡ് വരുന്നത് 5 മണി എന്നുള്ളത് 6 മണിയായി, 7 മണിയായി, 8 മണിയായി, ഒരു ദിവസം വരാതെയായി. ഓക്കെ, PRS കോംപ്ലക്സ് PR ഇൻ്റർവെല്ല് കൂടി ഇടയ്ക്കിടയ്ക്ക് ഹസ്ബൻഡ് വരാതെ, ഇടയ്ക്കിടയ്ക്ക് QRS കോംപ്ലക്സ് മിസ്സായി. മോബിറ്റ്സ് ടൈപ്പ് 2 എന്താണ് സംഭവിക്കുന്നത്?
കൂടുതൽ വർഷങ്ങളായി. നേരത്തെ ആഴ്ചയിൽ ഒരിക്കൽ മിസ്സായത്, അതായത് ഇടയ്ക്ക് മിസ്സായ QRS കോംപ്ലക്സ് ഇവിടെ ഇൻ്റർവെല്ല് മിസ്സാവുന്നതിൻ്റെ ഇൻ്റർവെല്ല് കൂടി, അതായത് പുള്ളി വീട്ടിലോട്ട് വരുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വരാതെയായി. അപ്പം നേരത്തെ ആഴ്ചയിൽ ഒരു ദിവസം വരാതായത് ഇപ്പോൾ ആഴ്ചയിൽ 2 ദിവസം 3 ദിവസം 4 ദിവസമൊക്കെ വരാത്ത അവസ്ഥയായി. ഓക്കെ, അപ്പം ഇവിടെ PR ഇൻ്റർവെല്ല് നോർമലാണ്, ബട്ട് ഇടയ്ക്കിടയ്ക്ക് QRS കോംപ്ലക്സ് മിസ്സായി പോകുന്നുണ്ട്. 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ ഇമ്പൾസ് വരുന്നത് SI നോഡിൽ നിന്ന് വരുന്ന ഇമ്പൾസ് AV നോഡിൽ വന്നിട്ട് ചിലപ്പോൾ ഇടയ്ക്ക് ഇമ്പൾസ് മിസ്സായിപ്പോവും, ചിലപ്പം വരുന്ന സ്ലോ ആയിപ്പോവും. അങ്ങനെയൊക്കെ ആയിട്ട് PR ഇൻ്റർവെല്ലോടും QRS കോംപ്ലക്സ് തോന്നുമ്പം ഇടയ്ക്കിടയ്ക്ക് മിസ്സായിപ്പോവും. രണ്ടുപേരും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത അവസ്ഥയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് ബ്ലോക്ക്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം ഹാർട്ട് ബ്ലോക്ക്. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകുന്നത്? ഹാർട്ട് ബ്ലോക്ക് മെയിനായിട്ട് നമുക്കറിയാം ഈ ഒരു കണ്ടക്ഷൻ സ്ലോ ആവുന്നത് കാരണം. ഓക്കെ, ഈ ഒരു കണ്ടക്ഷൻ സ്ലോ ആവുന്ന കാരണമാണ് മെയിനായിട്ട് ഹാർട്ട് പ്രോബ്ലം ഉണ്ടാകുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇതുണ്ടാവും? മെയിനായിട്ട് മെഡിസിൻ നമ്മൾ സാധാരണ ഇപ്പം BP-ക്കും നമ്മളുടെ കാർഡിയാക് പ്രോബ്ലത്തിനൊക്കെ കൊടുക്കുന്ന മെയിനായിട്ടുള്ള മെഡിസിൻസ് ഉണ്ടല്ലേ, ബീറ്റ ബ്ലോക്കേഴ്സ്, കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഡിജോക്സിൻ. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? ഇതൊക്കെ നമ്മളെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും. ഓക്കെ, BP കുറയ്ക്കും, അതുപോലെ തന്നെ ഹാർട്ട് റേറ്റ് കുറയ്ക്കും. അപ്പോൾ അവിടെ ആ ഒരു മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ചിലപ്പം ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊറോണറി ആർട്ടറി ഡിസീസ്, അതുപോലെ തന്നെ ഈ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ. ഇനി അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പെട്ടെന്ന് നോക്കാം. 1st ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിന് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന് പേഷ്യൻറ്റിന് മിക്കപ്പോഴും അറിയത്ത് പോലുമില്ല. എന്തെങ്കിലും ജനറലായിട്ട് ഒരു ദിവസം നമ്മൾ GP കാണാൻ പോകുന്നു, ജനറൽ ചെക്കപ്പിന് പോകുമ്പോൾ ECG എടുത്ത് നോക്കുമ്പോൾ മാത്രമായിരിക്കും ഈ ഒരു 1st ഡിഗ്രി ഹാർട്ട് ബ്ലോക്ക് ഉണ്ടെന്ന് പോലും അറിയുന്നത്. അതിന് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഫോളോ അപ്പ് വേണം. ഓക്കെ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം വേറെ പിന്നെ എപ്പോഴെങ്കിലും ഡോക്ടറിനെ കാണാൻ വരുന്ന സമയത്ത് ഫോളോ അപ്പ് ECG ചെയ്ത് നോക്കണം. അതിന് കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട. 2nd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിലും ഈ പറയുന്ന പോലെ സിംറ്റമാറ്റിക് ആണെങ്കിൽ ട്രീറ്റ്മെൻ്റ് ഒന്നും വേണ്ട. സിംറ്റമാറ്റിക് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ മെഡിസിൻ കൊണ്ടായിരിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ബീറ്റ ബ്ലോക്കേഴ്സോ കാൽഷ്യം ചാനൽ ബ്ലോക്കേഴ്സോ ഡിജോക്സിനോ ഒക്കെ കഴിക്കുന്ന പേഷ്യൻ്റ് ആണെങ്കിൽ അത് ഡോക്ടർ ആ മെഡിസിൻ റിവ്യൂ ചെയ്തിട്ട് അത് എന്തെങ്കിലും ചേഞ്ചസ് ഒക്കെ വരുത്തി നമുക്കത് മെഡിക്കൽ മാനേജ്മെൻറ്റ് വഴി മാറ്റാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ 2nd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ QRS കോംപ്ലക്സ് മിസ്സായി. QRS കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻട്രിക്കുലർ കൺട്രാക്ഷൻ മിസ്സായി പോവുകയാണ് അല്ലേ. വെൻട്രിക്കുലർ കൺട്രാക്ഷൻ മിസ്സായി പോയാൽ എന്ത് പറ്റും? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും അല്ലേ. കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പം കാർഡിയാക് ഔട്ട്പുട്ട് കുറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കേസിലൊക്കെ 2nd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് പേസ് മേക്കർ വെക്കേണ്ട ആവശ്യം വരും. ഇനി 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ എന്താണ്? മൊത്തം ആ QRS കോംപ്ലക്സ് ചിലപ്പം ബീറ്റ് ചെയ്തില്ലെങ്കിലായി. അപ്പോൾ എന്ത് പറ്റും? കാർഡിയാക് ഔട്ട്പുട്ട് കുറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്താണ് അവിടുത്തെ മെഡിക്കൽ മാനേജർ നമുക്ക് അട്രോപ്പിൻ കൊടുക്കാം. ഓക്കെ, അട്രോപ്പിൻ കൊടുക്കാം. അതുപോലെ തന്നെ പെർമനൻറ്റ് പേസ് മേക്കർ നമുക്ക് 3rd ഡിഗ്രി പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി പേസ് മേക്കർ നമ്മൾ 3rd ഡിഗ്രി ഹാർട്ട് ബ്ലോക്കിൽ പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ വെക്കും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ശരിക്കും ഹാർട്ട് ബ്ലോക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ ഒരു സിമ്പിൾ കഥ നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് പഠിച്ചാൽ മതി. നമുക്ക് അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഇവിടെ നിർത്താം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി പ്ലീസ് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ദിസ് ചാനൽ, Nightingale Beats Nurses Academy.